ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവാസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ 36 മണിക്കൂർ നീണ്ട ആശങ്കകൾക്കും സംഭവവികാസങ്ങൾക്കും ഒടുവിൽ കാണാതായ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച, അതായത് ഓഗസ്റ്റ് 20-നാണ് കുട്ടിയെ കാണാതായത്. ആസാം സ്വദേശിയായിരുന്നു കുട്ടി. കഴക്കൂട്ടത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ആസാം സ്വദേശികളായ ദമ്പതികളുടെ മൂത്ത മകള് കഴക്കൂട്ടത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ കേരളത്തിൽ വന്നിട്ട് തന്നെ 1 മാസം ആയതേ ഉള്ളായിരുന്നു, തിരുവനന്തപുരം കഴക്കൂട്ടത്ത്. അവിടെ നിന്നുമാണ് കുട്ടിയെ കാണാതായത്. ഒടുവിൽ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും ട്രെയിനിലെ ബെർത്തിൽ നിന്നും മലയാളികൾ കണ്ടെത്തി. കേരള സമാജത്തെ വിവരം അറിയിച്ച് അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ കാണാതായ കുട്ടിയെ കണ്ടെത്തി. 36 മണിക്കൂറുകൾ ഇങ്ങനെ ആശങ്കയിലായിരുന്നു കേരള സംസ്ഥാനം മൊത്തം എന്ന് പറയാം. ഈ കുട്ടിയെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു. കാരണം തുടരെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. ശിരൂർ സംഭവം ആയിക്കോട്ടെ, വയനാട് ദുരന്തം ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പോഴത്തെ ഈ സംഭവം, അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ മകളെ കാണാതായത്. അങ്ങനെ ആദ്യം കുട്ടി കഴക്കൂട്ടത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സിലേക്ക് പോവുകയും തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിക്ക് ട്രെയിൻ കയറുകയും അതേ ട്രെയിനിൽ, അതായത് നാഗർകോവിൽ കുട്ടിയെ CCTV ദൃശ്യത്തിൽ കുട്ടിയെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതേ ട്രെയിനിൽ തന്നെ ചെന്നൈക്ക് പോവുകയും ചെന്നൈയിലെ എഗ്മോറിൽ വീണ്ടും CCTV ദൃശ്യത്തിൽ പതിഞ്ഞെന്ന് പറയുന്നു. ചെന്നൈയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് ട്രെയിൻ കയറുന്നു. അവിടെ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതായത് കുട്ടിയുടെ പ്ലാൻ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഡയറക്റ്റ് ആസാം കിട്ടാത്തത് കൊണ്ട്, ആസാം ഗുവാഹത്തി ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് കുട്ടി സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു തോന്നുന്നു. അതായത് ഗുവാഹത്തിക്കടുത്ത് ഹോജ എന്ന ഗ്രാമത്തിലാണ് കുട്ടിയുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഗുവാഹത്തിക്ക് പോകാൻ വേണ്ടി വിശാഖപട്ടണത്ത് നിന്നും കൊൽക്കത്തയിലേക്ക് പോയി, കൊൽക്കത്തയിൽ നിന്നും ഗുവാഹത്തിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു എന്ന് തോന്നുന്നു. വളരെ വ്യക്തമായ പ്ലാനിങ്, 13 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. പക്ഷേ വളരെ വ്യക്തമായ പ്ലാനിങ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ചെന്നൈയിൽ നിന്നും നേരെ വിശാഖപട്ടണത്ത് നിന്നും കൊൽക്കത്തയ്ക്ക് പോയി, കൊൽക്കത്തയിൽ നിന്നും ഗുവാഹത്തിക്ക് പോയി, പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും കുട്ടിയെ കണ്ടെത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചാലും കുട്ടിയെ കണ്ടെത്തിയിട്ട് സന്തോഷം. എന്നാലും നമ്മളൊക്കെ ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. 13 വയസ്സേ കുട്ടിക്കുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കി വീട്ടു പോയതെന്നാണ് പറയുന്നത്. അതായത് അമ്മ അടിച്ചതിനെ തുടർന്ന് അമ്മയോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ വീട് വിട്ടിറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര ഒരു സെൻസിറ്റീവായ ഒരു തലമുറയാണോ നമുക്കിപ്പോൾ ഉള്ളതെന്നാണ്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ, അല്ലെങ്കിൽ ഈ ഒരു വളർന്നു വരുന്ന ജനറേഷനും അതോടൊപ്പം അടുത്ത ജനറേഷനൊക്കെ വളരെ സെൻസിറ്റീവായി പോയോ എന്ന് തോന്നുന്നു. കാരണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വീട് വിട്ടിറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബം പിന്നീട് അനുഭവിച്ച വേദനകൾ അതൊന്നും ഓർക്കാതെ, കാരണം 13 വയസ്സേ ഉള്ളൂ, അന്ന് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും ആ ഒരു ഇതെന്ന് പറയുന്നത്, അത് നമ്മൾ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവായ തലമുറയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതോടൊപ്പം 13 വയസ്സിൽ തന്നെ ഇത്രയേറെ സംസ്ഥാനങ്ങളൊക്കെ കടന്നു പോവുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക്, അതും വളരെ വലിയൊരു കാര്യമാണ് എന്ന് തോന്നുന്നു. സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനുകൾ, അതും കുട്ടിയുടെ കയ്യിൽ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇത്രയും ട്രെയിനുകൾ മാറി കയറുന്നു, ഒരിടത്തും ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് വളരെയധികം കൗതുകകരമായ കാര്യങ്ങളാണ്. ഒന്നും കഴിക്കാതെ തന്നെ ക്ഷീണിതയായിട്ടാണ് കുട്ടിയെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും കുട്ടിയെ കണ്ടെത്തി, സന്തോഷം. ഒരു സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ, ഒരു 36 മണിക്കൂറുകൾ ഇങ്ങനെ ആ കുട്ടി, ആസാം സ്വദേശിയായ ആ കുട്ടി എന്നത്. മലയാളികളാണ് വിശാഖപട്ടണം ട്രെയിനിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത്. അതിനു മുമ്പ് ബബിത എന്ന് പറഞ്ഞ അവർ കുട്ടിയുടെ ചിത്രം പകർത്തിയിരുന്നു. അവർ വഴിയാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയെന്ന് പോലീസ് അറിയുന്നത്. പിന്നീട് കേരള പോലീസും തമിഴ്നാട് പോലീസെല്ലാം ഊർജിതമായി തെരച്ചിൽ നടത്തിയ ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. 13 വയസ്സുള്ള കുട്ടി. ഇത്രയേറെ സെൻസിറ്റീവായൊരു ജനറേഷനാണോ നമുക്ക് വരുന്നതെന്ന് തോന്നിപ്പോകുന്നു. അതോടൊപ്പം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയേറെ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇത്രയേറെ സംസ്ഥാനങ്ങളൊക്കെ താണ്ടി പോവുക എന്ന് പറയുന്നതും വളരെ വലിയൊരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.